ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ വിഷ്ണു സഹസ്രനാമസ്തോത്രം ശ്ലോകം 41. ഉത്ഭവക്ഷോഭണോ ദേവാ ശ്രീഗർഭാ പരമേശ്വര കരണം കാരണം കർത്താ വികർത്താ ഗഹനോ ഗുഹ. ഉത്ഭവ ക്ഷോഭണോ ദേവ ശ്രീഗർഭ പരമേശ്വര കരണം കാരണം കർത്താ വികർത്താ ഗഹനോ ഗുഹ. ഈ ശ്ലോകത്തില് 11 നാമങ്ങൾ അടങ്ങിയിരിക്കുന്നു. ആദ്യത്തെ നാമമാണ് ഉത്ഭവ. ഈ നാമം വീണ്ടും 790ാമത്തെ നാമമായിട്ട് ആവർത്തനം വരുന്നുണ്ട്. ഉത്ഭവ എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഉത്ഭവസ്ഥാനം ഭഗവാൻ തന്നെയാണ്. ഈ ഒരു ആശയം തന്നെയാണ് 150ാമത്തെ നാമമായ പുനർവസു എന്ന നാമവും. അപ്പൊ ഇവിടെ ഭഗവത്പാദർ അർത്ഥം പറയുന്നത് പ്രപഞ്ചോൽപത്തി ഉപാദാന കാരണത്വാദുത്ഭവ. മറ്റൊരർത്ഥം പറയുന്നത് ഭഗവാൻ ഉദ്യതോ ഭവാത് സംസാരോ ഇതി യത് ഉദ്ഭവ. പ്രപഞ്ചോൽപത്തി ഉപാദാന കാരണത്വാത് ഉത്ഭവ. പ്രപഞ്ചോൽപത്തിക്ക് കാരണമായിരിക്കുന്നത് കൊണ്ട് ഭഗവാൻ ഉത്ഭവനാണ്. അപ്പൊ പ്രപഞ്ചോൽപത്തിക്ക് ഉപാദാന കാരണവും നിമിത്ത കാരണവും സത്യത്തിൽ ഭഗവാൻ തന്നെയാണ്. രണ്ടാമത് പറഞ്ഞത് ഭഗവാൻ ഉദ്യതോ ഭവാത് സംസാരോ ഇദ്യത് ഉത്ഭവ. സംസാരത്തിനുള്ളിൽ ഭഗവാൻ കുടുങ്ങിക്കിടക്കുന്നവനല്ല. സംസാരത്തിൽ നിന്നും ഭഗവാൻ ബഹിർഗതനാണ്. ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വജീവജാലങ്ങളെയും ഉത്ഭവിപ്പിക്കുന്നവൻ. അതുകൊണ്ട് ഭഗവാന് നാമം ഉത്ഭവ. അതുപോലെ ജീവാത്മാക്കൾ തങ്ങളുടെ പ്രാരാബ്ധ കർമ്മത്തിലൂടെ മുന്നോട്ടു പോയി ശ്രദ്ധയോടുകൂടി ജീവിച്ച് അവരുടെ സഞ്ചിത കർമ്മത്തെ അവസാനിപ്പിച്ച് പൂർണ്ണ ആത്മസ്വരൂപനായിട്ട് വരുന്നിടം വരെയും വീണ്ടും വീണ്ടും ജനിക്കുന്നു. അതുകൊണ്ട് ഭഗവാന് നാമം ഉത്ഭവ. ഇപ്പൊ പുനർവസു എന്ന നാമത്തിൽ നമ്മൾ കണ്ടു, ക്ഷേത്രജ്ഞ രൂപത്തിൽ ഇരിക്കുന്നവൻ, വീണ്ടും വീണ്ടും വസിക്കുന്നവൻ. ഇപ്പൊ കർമ്മങ്ങള് നമ്മൾക്ക് 2 തരത്തിൽ ഉണ്ട്. പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതും ഒക്കെ ഉണ്ട്. സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം. അപ്പൊ പ്രാരാബ്ധ കർമ്മത്തിൽ നല്ലതിനെ നാം കണ്ടെത്തി ആ നമ്മുടെ ലിമിറ്റേഷനുള്ളിൽ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ആ ചിന്തകളെ നമ്മൾ പഴിക്കാതെ വളരെ ശ്രദ്ധയോടുകൂടി കിട്ടിയ ഭാഗ്യത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സഞ്ചിത കർമ്മങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും. അപ്പൊ ആ പുനർജന്മമാകുന്ന ചക്രത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അങ്ങനെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ലയിക്കാൻ സാധിക്കും. അപ്പൊ സഞ്ചിത കർമ്മങ്ങൾ തീരാതെ വരുമ്പോഴാണ് വീണ്ടും വീണ്ടും പുനർജന്മം ഉണ്ടാകുന്നത് എന്ന് സാരം. അപ്പൊ പല അവതാരങ്ങൾ എടുത്തവൻ എന്ന അർത്ഥത്തിൽ ഭഗവാന് നാമം ഉത്ഭവ. അടുത്തത് ശോഭണഃ. ഇത് 374ാമത്തെ നാമമാണ്. ശോഭിപ്പിക്കുന്നവൻ. വൈദിക സമ്പ്രദായത്തില് ത്രിഗുണങ്ങളുടെ ക്ഷോഭത്താൽ സാമ്യാവസ്ഥയിൽ ഭംഗം വരുമ്പോൾ ആണ് സൃഷ്ടി ഉണ്ടാകുന്നത്. അങ്ങനെ ക്ഷോഭത്തിന് കാരണമായി തീരുന്നതും ഭഗവാന്റെ ഇച്ഛയാണ്. അതുകൊണ്ട് ഭഗവാന് നാമം ശോഭനൻ. ഇവിടെ ഭഗവത്പാദർ അർത്ഥം പറയുന്നത് സർഗകാലേ പ്രകൃതിഞ്ച പുരുഷം ച പ്രവശ്യ ശോഭയാ മാസേതി ഇതി ശോഭനഃ. സൃഷ്ടിയുടെ ആരംഭകാലത്ത് അവികാരിയായിരിക്കുന്ന പുരുഷനിലൂടെയും വികാരത്തിന് മാറ്റമുണ്ടാകുന്നു. അപ്പോൾ അതിനെ ശോഭിപ്പിക്കുന്നു.
അങ്ങനെ ശോഭിപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഭഗവാന് നാമം ശോഭനൻ. അപ്പം മുന്നിലത്തെ നാമം നമ്മൾ കണ്ടു, ഉത്ഭവ, അത് ഉപാദാന കാരണത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. ഈ ശോഭനക എന്ന നാമം ഇവിടെ നിമിത്ത കാരണത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇനി 375 നാമം ദേവ. ദേവ എന്ന നാമത്തിന് 4 തരത്തിലുള്ള അർത്ഥങ്ങൾ ഉണ്ട്. പ്രകാശിക്കുന്നവൻ, സ്തുതിക്കുന്നവൻ, ക്രീഡിക്കുന്നവൻ, ജയിക്കുന്നവൻ. സൃഷ്ടിസ്ഥിതി സംഹാരം ഭഗവാന്റെ ക്രീഡ മാത്രമാണ്. ശിവാനന്ദ ലഹരിയില് ഭഗവത്പാദർ പറയുന്നത്, ഭഗവാന്റെ ക്രീഡയ്ക്കു വേണ്ടി ഭഗവാൻ പുറത്തെല്ലാം സൃഷ്ടിക്കുന്നു. എല്ലാ ഭൂതങ്ങളെയും ഭഗവാന്റെ ക്രീഡാമൃഗങ്ങളാണ്. അങ്ങനെ ശിവനെ സ്തുതിക്കുന്നതിൽ പറയുന്നുണ്ട്. ആദ്യന്തതലത്തിൽ നോക്കിയാല് ശിവനും വിഷ്ണുവും ഒന്നു തന്നെയാണ്. അതുകൊണ്ട് ഭഗവാന് നാമം ദേവൻ. അപ്പം നമ്മള് വിചാരിക്കും ശിവനും വിഷ്ണുവും വേറെ വേറെ അല്ലേന്ന്. നാമങ്ങൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. അതാണിവിടെ പറഞ്ഞത്. ഒരു സ്വർണത്തിൽ കൊണ്ട് ആഭരണങ്ങളെ പല രീതിയിൽ ആഭരണങ്ങൾ ഉണ്ടാക്കുന്നു അല്ലേ. ആ ആഭരണങ്ങൾക്ക് നമ്മൾ ഓരോ പേര് കൊടുക്കുന്നു. മാല, കമ്മൽ, വള, മോതിരം, ഇങ്ങനെ. എന്നാൽ അതിൻ്റെ മൂല്യത്തിന് വല്ലതും മാറ്റമുണ്ടോ? അത് സ്വർണം തന്നെയാണ്. ഇതുപോലെയാണ് പല നാമങ്ങൾ നമ്മൾ പറയുന്നു, മൂല്യം ഒന്നു തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഓരോരുത്തരുടെയും ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ദേവനെ നാം സ്വീകരിക്കുന്നു. നമ്മൾ 306 നാമത്തിൽ കണ്ടതാണ് സഹസ്രജിത്ത്, 307 നാമത്തിൽ കണ്ടതാണ് അനന്തജിത്ത്. അതൊക്കെ ഈ ദേവന് സമാനമായ അർത്ഥമാണ് വരുന്നത്. ഏത് യുദ്ധത്തിലും ജയിക്കുന്നവൻ, എല്ലാത്തിലും ആത്മാവായി പ്രകാശിക്കുന്നവൻ, എല്ലാവരാലും സ്തുതിക്കപ്പെടുന്നവൻ. അതുകൊണ്ട് ഭഗവാന് നാമം ദേവഹ. ഇവിടെ ഭഗവത്പാദർ അർത്ഥം പറയുന്നതും അതുതന്നെ. യഥോ ദിവ്യതി ക്രീഡതി സർഗാദിഭി വിജിഗേഷ്യതേ അസുരാണി വെഹരതി സർവഭൂതേഷു ആത്മദ്വയാത് ദ്യോത്യതേ സ്തൂയതേ സ്തുത്യർക്കി സർവത്ര ഗച്ഛതി തസ്മാത്തേവ. അപ്പം ക്രീഡിക്കുന്നവനാണ്, ശോഭിക്കുന്നവനാണ്, ജയിക്കുന്നവനാണ്. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എല്ലാം ഭഗവാന്റെ ലീലയാണ്. അതാണ് യഥോ ദിവ്യതി. യഥോ ദിവ്യതി, ശോഭിക്കുന്നവൻ, ഏതിലും ശോഭിക്കുന്നവൻ. വിജിഗേഷു, അസുരന്മാരെ ജയിക്കുന്നവൻ. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ലീലയായി ചെയ്യുന്നവൻ. ക്രീഡതി എൻ്റെ അർത്ഥം സർഗാദിഭി, സർഗത്തിൻ്റെ ആരംഭത്തിൽ ക്രീഡ ചെയ്യുന്നവൻ. സ്തുത്യന്മാരാൽ സ്തുതിക്കപ്പെടുന്നവൻ എന്ന അർത്ഥത്തിൽ സ്തൂയതേ. കൊണ്ട് ഭഗവാന് നാമം ദേവാ. ഇനി അടുത്തത് 376 നാമമാണ് ശ്രീഗർഭ. ഉദരത്തിൽ വഹിക്കുന്നവൻ. ഉദരത്തിൽ വഹിക്കുന്നതെന്ന് വെച്ചാൽ ശ്രീഗർഭ, ഗർഭം എന്ന് വെച്ചാൽ മറഞ്ഞിരിക്കുന്നവൻ എന്നാണ് അർത്ഥം. മൂടി വയ്ക്കപ്പെടുന്നത്. അപ്പൊ എല്ലാ വിഭൂതികളിലും ഭഗവാൻ ഒളിഞ്ഞിരിക്കുന്നു. ശ്രീ എന്നാൽ ഭഗവാന്റെ വിഭൂതി എന്നാണ് അർത്ഥം. ഭഗവാന്റെ വിഭൂതികൾ എണ്ണമില്ലാത്തതാണ്. ഈ ജഗത്തിൽ സൃഷ്ടിസ്ഥിതി സംഹാരം നടത്തുന്ന സമയത്ത് ഭഗവാൻ ലോകങ്ങളെ തൻ്റെ ഉദരങ്ങളിലേക്ക്
സൂക്ഷ്മരൂപത്തിലെടുക്കുന്നു. നമ്മൾ മുമ്പ് കണ്ടതാണ് ദാമോദരൻ എന്ന നാമത്തിൽ. അതുകൊണ്ട് ഭഗവാന് നാമം ശ്രീഗർഭ. അതുപോലെ ഭഗവാന്റെ ഉദരത്തിന്റെ അടുത്ത് ആ വാമഭാഗമായിട്ട് സാക്ഷാൽ ലക്ഷ്മി ദേവി സ്ഥിതി ചെയ്യുന്നു. അതും ഭഗവാന്റെ വിഭൂതിയാണ്. ആ വിഭൂതി ഉദരഭാഗത്തുള്ളവനായിട്ടുള്ള ഭഗവാന് നാമം ശ്രീഗർഭ. ഇനി അടുത്തത് 377 നാമമാണ് പരമേശ്വര. പരമനും ഈശ്വരനുമായിട്ടിരിക്കുന്നവൻ. ഭഗവത്ഗീതയിലെ 13-ാം അധ്യായത്തില് 28-ാം ശ്ലോകത്തിൽ കൂടി നമ്മെ അറിയിക്കുന്നുണ്ട്. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. എല്ലാ ഭൂതങ്ങളിലും സമമായിട്ട് സ്ഥിതി ചെയ്യുന്നു. അത്യുത്കൃഷ്ടമായിട്ടുള്ള ഈശ്വരൻ ആരോ അവൻ പരമേശ്വരൻ, പരമമായിട്ടുള്ള ഈശ്വരൻ. അപ്പൊ ശ്രീ പരമേശ്വരനെയാണ് നാമത്തിൽ നമ്മൾ കൂടുതൽ അറിയപ്പെടുന്നത്. അപ്പൊ ശിവനും വിഷ്ണുവും ആദ്യന്തമായ തലത്തിൽ ഒന്നു തന്നെയാണെന്ന് ഋഷീശ്വരന്മാർ നമ്മളെ വീണ്ടും വീണ്ടും വിഷ്ണു സഹസ്രനാമത്തിലൂടെ കാണിച്ചു തരുന്നു. എന്നാൽ ഇപ്പോഴും നമ്മൾക്ക് സംശയമാണ് അല്ലേ, ശിവനാണോ പ്രാർത്ഥിക്കേണ്ടത്, അതോ വിഷ്ണുവിനെയാണോ പ്രാർത്ഥിക്കേണ്ടത്, അതോ ദേവിയാണോ പ്രാർത്ഥിക്കേണ്ടത്? ഇങ്ങനെ നമുക്ക് സംശയങ്ങൾ കൂടിക്കൂടി വരുവാണ്. ഇവരിൽ ആദ്യം ആരാണ് ഉത്ഭവിച്ചത്? ഒന്നാമതായിട്ട് എന്താണ് ഇതിനെല്ലാം കാരണം? നമുക്ക് നമ്മളുടെ അറിവില്ലായ്മയാണ്. അതാണ് നമ്മുടെ സംശയത്തിന് കാരണം. ആദ്യന്തമായിട്ടുള്ള സത്യത്തെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മാനിഫെസ്റ്റഡ് വേർഷനാണ് ഈ ദൈവസങ്കല്പം. അൺമാനിഫെസ്റ്റഡ് ആയിട്ടുള്ള ആ പരമേശ്വരനായിട്ടുള്ള ബ്രഹ്മത്തിൽ മാനിഫെസ്റ്റഡ് വേർഷനാണ് ഈ ദൈവസങ്കല്പം എന്നത്. അതുകൊണ്ട് തന്നെ ആദ്യന്തമായിട്ടുള്ളത് ശിവനും വിഷ്ണുവും ഒന്നു തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാൻ സാധിക്കും. ഋഷീശ്വരന്മാര് നമ്മൾക്ക് ഈ നാമങ്ങളിലൂടെ പറഞ്ഞു തരുന്നു. നമ്മൾ എടുത്തു നോക്കി ശിവസഹസ്രനാമം എടുത്തു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വിഷ്ണു നാമങ്ങൾ വരുന്നുണ്ട്. വിഷ്ണു സഹസ്രനാമം എടുക്കുമ്പോൾ അതിനുള്ളിൽ ശിവനാമം വരുന്നുണ്ട്. ഈ വിഷയത്തെ ആത്യന്തികമായിട്ട് അറിയാതെയാണ് വിഷ്ണു ഭക്തരും ശിവഭക്തരും തമ്മിലൊക്കെ വഴക്കുണ്ടാകുന്നത്. ഭാരതീയ സങ്കല്പത്തിൻ്റെ പൂർണ്ണതയെ അറിയാൻ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാകും എല്ലാം ഭഗവാന്റെ പല ഭാവങ്ങളാണ്. ഗുണത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പല ഭാവങ്ങൾ മാത്രം. അപ്പോൾ ശിവനും വിഷ്ണുവും ആയിരിക്കുന്നവനും സർവർക്കും ശാസന നൽകുന്ന അത്യുത്കൃഷ്ടനായ ഈശ്വരൻ ആരോ അവൻ പരമേശ്വരൻ. പരമേശ്വരനായിരിക്കുന്ന ആ വിഷ്ണുവിന് നാമം പരമേശ്വര. ഇനി അടുത്തത് 378 നാമമാണ് കരണം. ഈ പ്രപഞ്ചത്തിൻ്റെ വിശ്വോൽപത്തിക്ക് മുഖ്യമായ സാധനം ഭഗവാനായതുകൊണ്ട് മുഖ്യ കരണം എന്ന് പറയുന്നു. കരണം എന്ന് വെച്ചാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തത്. അതെന്താണോ അതാണ് കരണം. പാണിനി മഹർഷി കരണം എന്ന നാമത്തിന് സാധനകളിൽ വെച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്തോ അത് കരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിശ്വോൽപത്തിക്ക് ഏതൊന്നാണോ വേണ്ടത്, ഈ പ്രപഞ്ചത്തെ നിലനിർത്താൻ ഏതൊന്നാണോ വേണ്ടത്, അതാണ് കരണം.
അപ്പൊ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് തന്നെ ആരുള്ളത് കൊണ്ടാണ്? ഭഗവാൻ ഉള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചം ഇല്ല. അപ്പൊ വിശ്വോൽപത്തിക്ക് കാരണമായത് എന്തോ അത് കരണം. അതുകൊണ്ട് ഭഗവാന് നാമം കരണം. ഇനി 379 നാമം കാരണം. കാരണമെന്ന് വെച്ചാൽ ഹേതുവായിട്ടിരിക്കുന്നത്, ഉപാദാന കാരണം. ഒരു സാധനത്തിൻ്റെ അധിഷ്ഠാന വസ്തുവിനെ പറയുന്ന പേരാണ് ഉപാദാന കാരണം. ഉദാഹരണത്തിന് മൺപാത്രത്തിന് മണ്ണ് പോലെ എന്ന് പറയുന്നത് പോലെ ആ സൃഷ്ടിക്ക് ഉപാദാന കാരണം മണ്ണാണ്. അതിൻ്റെ നിമിത്ത കാരണമോ അത് ഉണ്ടാക്കുന്ന ആളാണ് നിമിത്ത കാരണം. ഒരു വസ്തു ഉണ്ടാക്കാൻ അത് കുറേ ഉപകരണങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അതിനെ പറയുന്ന പേരാണ് നിമിത്ത കാരണം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിമിത്ത കാരണവും ആരാണ്? ഭഗവാൻ തന്നെയാണ്. ഹേതുവായിട്ടിരിക്കുന്നവൻ കാരണം. അപ്പൊ ഉപാദാന കാരണവും നിമിത്ത കാരണവും മായിട്ടിരിക്കുന്നത് കൊണ്ട് ഭഗവാൻ സർവ്വതിനും ഹേതുവാകുന്നു. അപ്പൊ സ്ഥൂലവും സൂക്ഷ്മവും നശിച്ചു കഴിഞ്ഞാൽ ഏതൊന്നാണോ ബാക്കി വരുന്നത് അതാണ് കാരണം. അപ്പൊ സ്ഥൂലം എന്നത് നമ്മുടെ ഈ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഈ ശരീരത്തെയാണ് സ്ഥൂലമെന്ന് പറയുന്നത്. ഈ ശരീരത്തിനൊരു ഓറയുണ്ട്, അതാണ് സൂക്ഷ്മം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ആ ഓറയ്ക്കകത്താണ് 72,000 പരം യോഗനാഡികളുണ്ട്, 108 പരം ചക്രവുമുണ്ട് ഈ സൂക്ഷ്മ ശരീരത്തിൽ. അതിനെയാണ് ഓറാ ബോഡി എന്ന് പറയുന്നത്. അതാണ് സൂക്ഷ്മമായിട്ടുള്ളത്. അപ്പൊ എന്താണ് സ്ഥൂലത്തെയും സൂക്ഷ്മത്തെയും ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്? കാലത്തിൽ നമുക്ക് എന്തുകൊണ്ടാണ് നാശമില്ലാത്തത് എന്ന് ചോദിച്ചാൽ, നമ്മൾ മരിച്ചു പോയാൽ പിന്നെ ഈ ബോഡി നശിക്കും, ഈ ശരീരത്തിന് നാശമുണ്ട്, പക്ഷെ ഈ ആത്മാവിന് നാശമില്ല. കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മളൊക്കെ ജീവിച്ചിരുന്നെന്ന് പോലും പിന്നീടുള്ള ആൾക്കാർ ഓർക്കുകയില്ല. നമ്മൾ ഈ കേൾക്കുന്ന സമയത്ത് നമ്മളുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഉണ്ട്, ഇന്നലകളിൽ ഉണ്ട്, ഇന്നുണ്ട്, അത് നശിച്ചിട്ടില്ല. അപ്പൊ അത് എന്താണ്? അതാണ് കാരണം. ആ കാരണമാണ് ഈശ്വരാംശം എന്ന് പറയുന്നത്. ഇവിടെ സർവ്വതും നശിച്ചാലും ബാക്കി വരുന്നത് എന്താണോ അത് കാരണം. അപ്പൊ ഇതെല്ലാം നിലനിർത്തുന്നത് ആരാണ്? ഈശ്വരൻ. അതുകൊണ്ട് ഭഗവാന് നാമം കാരണം. ഇനി അടുത്ത നാമം 380 നാമമാണ് കർത്ത. സ്വതന്ത്രമായി കർമ്മം ചെയ്യുന്നവനാരോ അവൻ കർത്ത. എന്താണ് കർത്ത? ഒരു സാധാരണക്കാരിൽ എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്യുകയാണെങ്കിൽ അവര് പഠിക്കുന്നതും മറ്റുള്ളവർ പറഞ്ഞു കൊടുത്തതെല്ലാം അതേപടി ചെയ്യുന്നു. അവരെ നമ്മൾക്ക് കർത്ത എന്ന് പറയാൻ സാധിക്കുകയില്ല. എന്നാൽ ഒരാള് സ്വതന്ത്രമായിട്ട് ചിന്തിച്ച് കർമ്മം ചെയ്യുമ്പോൾ
അയാൾ അയാളുടെ കഴിവിനെ മനസ്സിലാക്കി ചിലത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അയാൾ സാധാരണക്കാരുടെ മുകളിലേക്ക് ഉയരും. അപ്പം ലോകത്തിന് അവരെ ആവശ്യമായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ളവരെ എല്ലാ ലോകത്തും വിജയിയായി ഭവിക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ്? അവർ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തൻ ആയതുകൊണ്ട്. നമ്മളിൽ ഇല്ലാത്ത കഴിവെന്തോ മറ്റുള്ള ആ ആളിൽ ഉള്ളത് കൊണ്ട്. അതാണ് സ്വതന്ത്രമായിട്ട് കർമ്മം ചെയ്യണമെന്ന് പറയുന്നത്. അപ്പം നമ്മളൊക്കെ സ്വതന്ത്രമായി കർമ്മം ചെയ്യുന്നില്ല വാസ്തവത്തിൽ. അപ്പം ആ കർമ്മം ചെയ്യാനുള്ള അനുഗ്രഹവും ആരുടെയാണ്? ഈശ്വരന്റെ അനുഗ്രഹമാണ്. ഭഗവാൻ എല്ലാം തൻ്റെ സ്വന്തം ഇച്ഛയാലാണ് ചെയ്യുന്നത്. സ്വതന്ത്രമായി കർമ്മം ചെയ്യുന്ന ആളാണ് ഈശ്വരൻ. എല്ലാ മേഖലകളിലും വിജയിച്ചു നിൽക്കുന്നവൻ ഈശ്വരൻ. ഇപ്പം ചിലർക്ക് ഒരു പ്രത്യേക കഴിവ്, എല്ലാ മേഖലകളിലും വിജയിക്കുവാനുള്ള ഒരു കഴിവ് ചിലരിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ്? അവരിൽ ഈശ്വരാംശം കൂടുതലുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അല്ലാത്തവർക്ക് സാധ്യമല്ല. അപ്പൊ അവര് പറയും, എനിക്കറിയില്ല അതെങ്ങനെ സംഭവിച്ചു എന്ന്. അപ്പൊ അങ്ങനെയുള്ള കഴിവ് കൊടുക്കുന്നത് ആരാണ്? ഈശ്വരന്റെ അനുഗ്രഹമാണ്. ഈശ്വരബോധം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ മേഖലകളിൽ അസാധാരണമായ കഴിവ് നമ്മളെ പ്രവർത്തിപ്പിക്കും. അതിനെയാണ് കാരണം. അപ്പൊ നമ്മുടെ ഉള്ളിലെ ഈശ്വരാംശത്തിന്റെ അനുഗ്രഹമാണ് അതിന് കാരണം. നമുക്ക് പ്രയാസം കൂടാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നത്. അതുപോലെ ഭഗവാന് സർവ്വതും സ്വതന്ത്രമായി ചെയ്യുവാനുള്ള, എല്ലാ മേഖലകളിലേക്കും ചെയ്യുവാനുള്ള കഴിവ് ഭഗവാനുണ്ട്. ആ കഴിവിൻ്റെ ഒരംശമാണ് നമ്മളിലേക്ക് ഭഗവാൻ അനുഗ്രഹം തരുന്നത്. ഇവിടെ ഭഗവാൻ പ്രയാസം കൂടാതെ വിശ്വത്തെ സൃഷ്ടിച്ച് നിലനിർത്തുന്നു, നാശം വരേണ്ട സമയത്ത് നശിപ്പിക്കുന്നു. സൃഷ്ടിസ്ഥിതി സംഹാരം, തിരോധാനം, അനുഗ്രഹം എന്ന ഈ പഞ്ചകർമ്മങ്ങളിലൂടെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് നിലനിർത്തി പരിപാലിച്ച് കൊണ്ടുപോകുന്നു. ആ കാലം കഴിയുമ്പോൾ അതിനെ എടുത്ത് ഒന്നിനെ മറ്റൊന്നാക്കി ഒരു പ്രത്യേക താളത്തിൽ ഭഗവാൻ സൃഷ്ടിക്കുന്നു. അതെന്തുകൊണ്ടാണ്? ഭഗവാൻ സ്വതന്ത്രനായതുകൊണ്ട്. അപ്പോൾ സ്വതന്ത്രനായിട്ട് കർമ്മം ചെയ്യുവാനുള്ള ആ കഴിവ് ഭഗവാൻ അതിൻ്റെ ഒരു അംശം നമ്മൾക്കും തരുന്നുണ്ട്. പക്ഷെ നമ്മൾ സ്വതന്ത്രമായി കർമ്മം ചെയ്യാൻ നമ്മൾ മടിയരായിത്തീരുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പം നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ നമ്മൾ സ്വതന്ത്രമായി കർമ്മം ചെയ്യാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഭഗവാൻ. എല്ലാ കർമ്മങ്ങളും നമ്മൾ സ്വതന്ത്രമായി ചെയ്യണം. ഇപ്പം നമ്മൾ വീട്ടില് വിളക്ക് കത്തിച്ച് ഭഗവാൻ അർച്ചന ചെയ്ത് ഭഗവാന് കർപ്പൂരമൊഴിഞ്ഞ് ഒന്ന് ചെയ്തു നോക്കിയേ, ആ അനുഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ആനന്ദം, അത് നാം സ്വതന്ത്രമായി ചെയ്യണം. എന്തിനാണ് ഇതെല്ലാം പറഞ്ഞു തരുന്നത്? നമ്മളത് അതേപടി പ്രവർത്തിക്കുവാൻ വേണ്ടിയാണിത് പറയുന്നത്. ചില ആൾക്കാർ നമ്മളെ പിന്തിരിപ്പിക്കും. എന്താണ്? അയ്യോ അത് ചെയ്യല്ല, ദോഷമായിട്ട് ഭവിക്കും.
അത് പിന്നീട് ചെയ്യാൻ ആള് കാണത്തില്ല. പിന്നീട് അവർ ചെയ്തില്ലെങ്കിൽ അവർ നശിക്കും, അത് സത്യമാണ്. അവർ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഈ ലോകത്തിൽ വന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ള ബോധം നമ്മളിൽ ഏവരിലും ഉണ്ടാകണം. നാം സ്വതന്ത്രമായി കർമ്മം ചെയ്താൽ നമ്മൾക്കാണ് ഫലം കിട്ടുന്നത്. ഞാൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം എനിക്ക് മാത്രമേ അത് ലഭിക്കൂ. മറ്റുള്ളവർ കർമ്മം ചെയ്താൽ ആ കർമ്മത്തിന്റെ ഫലം അവർക്ക് ലഭിക്കും. അവർ ചെയ്തില്ലെങ്കിൽ അവർ നശിച്ചുകൊണ്ടേയിരിക്കും. അല്ലാതെ ഭഗവാൻ കോപിച്ചിട്ടോ ഒന്നുമല്ല. നമ്മള് നല്ല കർമ്മങ്ങൾ ചെയ്യാനാണ് ഭഗവാൻ പറയുന്നത്. എല്ലാ തരത്തിലും ഭഗവാൻ നമുക്ക് ഓരോന്നും പറഞ്ഞു തരുന്നുണ്ട്. ഓരോ ഗ്രന്ഥങ്ങളിലൂടെയും നമ്മളോട് പറയുന്നത് നമ്മൾ സ്വതന്ത്രമായി കർമ്മം ചെയ്യൂ. ഈശ്വരാരാധന നമ്മൾ സ്വതന്ത്രമായി ചെയ്തു നോക്കൂ. നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ ഭഗവാന് ദിവസവും കർപ്പൂരം ഒഴിയൂ. അറിയാവുന്ന രീതിയിൽ ഭഗവാന് മന്ത്രം ജപിച്ച് 4 പൂക്കൾ കൊണ്ട് ഭഗവാനെ അർച്ചിക്കൂ എന്നാണ് നമ്മളെ ഭഗവാൻ പറയുന്നത്. അതിനൊന്നും നമുക്ക് നേരമില്ല. സത്യത്തിൽ നമുക്ക് നേരമുള്ളത് എന്താണ്? വല്ലവരുടെയൊക്കെ കുറ്റം പറയാനും വല്ലവരുടെയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ചകഞ്ഞന്വേഷിക്കാനും അതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തി നമ്മുടെ ജീവിതത്തെ ദുഃഖ സമ്പൂർണമാക്കി നമ്മൾ തീർക്കുകയാണ്. നമ്മളെ ഈ ദുഃഖത്തിൽ നിന്നും നമുക്ക് വിമുക്തി നേടാൻ ഈ ഒരു മാർഗമല്ലാതെ നമുക്ക് മറ്റൊന്നും സുഖം തരുന്ന വസ്തു ഇല്ല എന്നുള്ള സത്യം നമ്മൾ ഓർത്തിരിക്കണം. അപ്പൊ ഭഗവാൻ സ്വതന്ത്രമായിട്ട് കർമ്മങ്ങളെ ചെയ്യുന്നത് കൊണ്ട് ഭഗവാന് നാമം കർത്ത. ഇനി 381 നാമം വികർത്ത. വികർത്ത എന്ന് പറഞ്ഞാൽ വിവിധമായിട്ടും വിചിത്രമായിട്ടും പ്രവർത്തിപ്പിക്കുന്നവൻ. അപ്പൊ സ്വതന്ത്രമായി കർമ്മം ചെയ്യുന്നവൻ എന്ന നാമത്തിന് ശേഷം ഇതാ ഭഗവാൻ പറയുന്നു വികർത്ത, വിചിത്രമായിട്ട് പ്രവർത്തിക്കുന്നവൻ. അതായത് ഭഗവാന്റെ കർമ്മങ്ങളെ മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഉദാഹരണം എന്ന് പറയുന്നത് നമ്മളെ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ മതി. വേറെ ആരെ ശ്രദ്ധിക്കണ്ട, നമ്മൾ മാത്രം മതി. കാരണം നമ്മളെപ്പോലെ വേറൊരാൾ ലോകത്തിലില്ല. നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ. എല്ലാവരെയും ഭഗവാൻ ജനിപ്പിച്ചിരിക്കുന്നത് ഒരു യുണീക്ക് പീസായിട്ടാണ് ജനിപ്പിച്ചിരിക്കുന്നത്. സൃഷ്ടി എന്ന് പറഞ്ഞാല് ഇത്രത്തോളം വിചിത്രതയുടെ സ്വരൂപമാണ്. വാത്സല്യം, കൃപ, കോപം, ശൃംഗാരം, ഇതൊക്കെ എല്ലാവരിലും വ്യത്യസ്തമായ രസങ്ങൾ കൊടുത്താണ് സൃഷ്ടിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിന് ആവശ്യമായ എല്ലാം കൊടുത്ത് അതിലെല്ലാം ഭക്തിയും കലർത്തി ഈ പ്രപഞ്ചത്തിലെ മനുഷ്യന്റെ ചിന്തകളിലൂടെ മുന്നോട്ട് നയിക്കുന്നവൻ ആരാണോ അവൻ വികർത്ത. അപ്പം ഭഗവാൻ നാമം വികർത്ത. അടുത്തത് 382 നാമം ഗഹനഃ. സൃഷ്ടികളില് ഒന്നിനും അറിയാൻ കഴിയാത്തവനായിട്ടുള്ളവൻ. അതായത് ഭഗവാന്റെ രൂപം കാണുവാനോ ഭഗവാന്റെ വൈരുദ്ധ്യം സ്വബുദ്ധി കൊണ്ട് മനസ്സിലാക്കുവാനോ ഭഗവാന്റെ പ്രവർത്തികളുടെ ഉദ്ദേശം കണ്ടുപിടിക്കുവാനോ സാധാരണ മനുഷ്യനെ കൊണ്ട് സാധിക്കുകയില്ല എന്ന് സാരം. ഋഷീശ്വരന്മാര് അവര് മനസ്സിലാക്കിയിട്ട് നമുക്ക് അവര് പറഞ്ഞു തരുന്നു ഭഗവാൻ ഗഹനനാണ്. അപ്പൊ സൃഷ്ടികൾക്കൊന്നിനും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ് ഭഗവാൻ.
കണ്ണിന് കാഴ്ചശക്തിയും മനസ്സിന് സങ്കല്പശക്തിയുമായിട്ട് വർത്തിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. അപ്പോൾ ഭഗവാനെ അറിയണമെങ്കിൽ ഭഗവാനായി നാം ഓരോരുത്തരും ഭവിക്കണം. അത് ഭവിക്കണമെങ്കിൽ എന്ത് നാം ചെയ്യണം? നാം സ്വതന്ത്രമായി കർമ്മം ചെയ്യണം. ഭഗവാനെ പൂജ കഴിക്കുവാനുള്ള ഒരു മിനിമം യോഗ്യതയിൽ നാം ഉണ്ടാക്കിയെടുക്കണം. ഇപ്പൊ ശിവനായി ഇരുന്നു കൊണ്ട് വേണം ശിവനെ പൂജിക്കുവാൻ, ദേവനായി ഇരുന്നു കൊണ്ട് വേണം ദേവനെ പൂജിക്കുവാൻ. അപ്പൊ നമ്മുടെ ഈ ഇടുങ്ങിയ ചിന്താഗതിയെ എക്സ്പാൻഡ് ചെയ്ത് ഭഗവാന്റെ ചിന്താഗതിയായിട്ട് മാറ്റിയെടുക്കണം നമ്മൾ. അപ്പൊ ഏത് ദേവനെയാണോ നമ്മൾ പൂജിക്കുന്നത് ആ ദേവന്റെ ബോധതലത്തിലേക്ക് നമ്മൾ എത്തിയിട്ട് വേണം പൂജിക്കേണ്ടത് എന്ന് സാരം. അങ്ങനെ പൂജിക്കുമ്പോൾ മാത്രമേ ഭഗവാനെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാതെ ഈ സൃഷ്ടികളിൽ കാലത്തിൽ ദേശത്തിൽ നിൽക്കുന്ന ഒരാൾക്കും ഭഗവാനെ മനസ്സിലാക്കാൻ സാധ്യമല്ല. ഭഗവാനെ ഒരിക്കലും അളക്കാൻ സാധ്യമല്ല. അത്ര ഗഹനനാണ് ഭഗവാൻ. യമധർമ്മ ദേവൻ നചികേതസിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, സത്യത്തെ ബ്രഹ്മത്തെ ദുർദർശനം അറിയുവാൻ ഭയങ്കര പാടാണ്. അത്രയും വലിയ ഗഹനനായിട്ടിരിക്കുന്നവനാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ നാമം ഗഹനഃ. ഇനി അടുത്തത് 383 നാമം ഗുഹഃ. ഗുഹ എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്നവൻ. തൻ്റെ അധീനതയിലുള്ള മായ കൊണ്ട് സ്വയം മറഞ്ഞിരിക്കുന്നതിനാൽ ഭഗവാന് നാമം ഗുഹൻ. ഭഗവത്ഗീതയില് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. 7-ാം അധ്യായത്തില് 25-ാം ശ്ലോകത്തിൽ കൂടി നമ്മെ അറിയിക്കുന്നുണ്ട്. നാഗം പ്രകാശക സർവസ്യ യോഗമായ സമാവൃതഃ. യോഗമായയാൽ മൂടിയിരിക്കുന്നതിനാൽ ഞാൻ ആർക്കും പ്രത്യക്ഷനായിത്തീരുന്നില്ല. യോഗമായ എന്നത് ഭഗവാന്റെ സ്വതന്ത്ര ശക്തിയാണ്, ആ മോഹിനി രൂപമാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ ചലനം നിയന്ത്രിക്കുന്നത് ആ യോഗമായയാണ്, ഭഗവാന്റെ ശക്തി തന്നെയാണ്. ഇത് രണ്ടും വേറെ അല്ല എന്ന് സാരം. ശിവനിൽ നിന്ന് ശക്തിയെ ഏതുപോലെയാണോ പറിച്ചു മാറ്റാൻ പറ്റാത്തത്, അതുപോലെയാണ് നാരായണസ്വാമിയിൽ നിന്ന് ഭഗവാന്റെ ശക്തിയെ പറിച്ചു മാറ്റുവാൻ സാധിക്കുകയില്ല. അപ്പൊ ആ ശക്തിയാണ് ചലിക്കുന്നത്. അതിൻ്റെ അധീനതയിലാണ് ഈ പ്രപഞ്ചം മുന്നോട്ടു പോകുന്നത്. അതുകൊണ്ട് ഭഗവാന് നാമം ഗുഹൻ. അപ്പൊ ആ മായയെ തിരിച്ചറിഞ്ഞ് ധാർമ്മികമായിട്ട് ആ ഒരു തലം കഴിഞ്ഞാൽ മാത്രമേ ഈ പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അഗ്നി, വായു, ആകാശം, ഭൂമി, ജലം, ഇതാണ് പഞ്ചഭൂതങ്ങൾ. ഈ 5 തലത്തിലാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾക്ക് കിട്ടുന്ന അറിവുകൾക്കപ്പുറമാണ് ഈ ചലനമില്ലാത്ത നാരായണൻ. അതുകൊണ്ട് ഭഗവാന് നാമം ഗുഹൻ, മറഞ്ഞിരിക്കുന്നവനായിട്ടുള്ള ഭഗവാൻ എന്നർത്ഥം. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം, ശ്ലോകം 42. വ്യവസായോ വ്യവസ്ഥാന സംസ്ഥാനസ്ഥാനദോ ധ്രുവ പരർത്ഥി പരമസ്പഷ്ടതുഷ്ടപുഷ്ടശുഭേഷണ. വ്യവസായോ വ്യവസ്ഥാന സംസ്ഥാന സ്ഥാനദോ ധ്രുവ പരർത്ഥി പരമസ്പഷ്ടതുഷ്ടപുഷ്ടശുഭേഷണ. ഈ ശ്ലോകത്തിലെ 10 നാമങ്ങൾ അടങ്ങിയിരിക്കുന്നു. ആദ്യത്തെ നാമമാണ് വ്യവസായഃ.
ഇത് 384 നാമമാണ്. വ്യവസായക എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്നവൻ, സച്ചിന്മാത്ര സ്വരൂപനായി ഇരിക്കുന്നത് കൊണ്ട് ഭഗവാന് വ്യവസായൻ. നമ്മുടെ ആത്മാവിന് ചൈതന്യത്തെ തരുന്നവൻ എന്ന അർത്ഥത്തിൽ ഭഗവാൻ വ്യവസായൻ. അപ്പൊ പ്രപഞ്ചകാര്യങ്ങളിൽ സദാ പ്രവർത്തിക്കുന്നവൻ, ജ്ഞാനമാത്ര സ്വരൂപനായതുകൊണ്ടും ഭഗവാൻ വ്യവസായനാണ്. വ്യവസായ ശബ്ദത്തിന് യോഗമെന്നും അർത്ഥമുണ്ട്. ഈ സച്ചിദാനന്ദ സ്വരൂപനാണ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കും ഒരു സാധകന്. ഭഗവത്ഗീതയിലെ 10-ാം അധ്യായത്തിൽ 36-ാം ശ്ലോകത്തിൽ കൂടി പറയുന്നുണ്ട്, ജയോസ്മി വ്യവസായോസ്മി സത്വം സത്വവദാമഹം. ഞാനാകുന്നു ജയത്തോടുകൂടിയിരിക്കുന്നവരുടെ ജയം, ഞാനാകുന്നു ഉദ്യമശാലികളായവരുടെ ഉദ്യമവും, ഞാനാകുന്നു സാത്വികന്മാരുടെ സത്വഗുണവും. അതുപോലെ 2-ാം അധ്യായത്തിൽ 41-ാം ശ്ലോകത്തിൽ കൂടി നമ്മളെ അറിയിക്കുന്നുണ്ട്, വ്യവസായാത്മിക ബുദ്ധി ഏകേക കുരുനന്ദന. അല്ലയോ അർജുന, ഈശ്വര ആരാധന ലക്ഷണമായിരിക്കുന്ന ആ കർമ്മയോഗത്തിൽ നിശ്ചയ സ്വരൂപമായ ബുദ്ധി ഒന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ ഏകബുദ്ധി ശരിയായ പ്രമാണം കൊണ്ട് ഉണ്ടായിട്ടുള്ളതാകുന്നു. എന്നാൽ വിപരീതമായിട്ടുള്ള അന്യബുദ്ധികൾ അനേകങ്ങളായിരിക്കുന്നു. അപ്പൊ ഈ ബുദ്ധികളുടെ ശാഖാഭേദങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിനാൽ സംസാരം അവസാനമില്ലാതെയും വിസ്താരമായും ഭവിക്കുന്നു. എന്നാൽ പ്രമാണം കൊണ്ടുണ്ടാക്കിയ വിവേകബുദ്ധി കൊണ്ട് ഈ അനന്ത ശാഖകളോടുകൂടിയ ഈ ബുദ്ധികൾ ഇല്ലാതാകുമ്പോൾ സംസാരം നശിക്കുന്നു. അപ്പോൾ തൻ്റെ ഉള്ളിലെ ആ ഈശ്വരനെ കണ്ടെത്തലാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യമെന്ന് നാം തിരിച്ചറിയണം. അതാണ് വ്യവസായാത്മക ബുദ്ധി. അതുകൊണ്ട് ഭഗവാന് നാമം വ്യവസായൻ. ഇനി അടുത്തത് വ്യവസ്ഥാനക. ഇത് 385-ാമത്തെ നാമമാണ്. ഈ പ്രപഞ്ചത്തിന്റെ സർവത്തിൻ്റെയും വ്യവസ്ഥിതി അത് ഏതൊരു ഭഗവാനിലാണോ നടക്കുന്നത് ആ ഭഗവാന് നാമം വ്യവസ്ഥാനക. ഇവിടെ ഓരോരുത്തരുടെയും ഗുണങ്ങൾക്കും കർമ്മത്തിനും അനുസരിച്ചാണ് വ്യവസ്ഥാനം ചെയ്തിരിക്കുന്നത്. ബ്രാഹ്മണര്, ക്ഷത്രിയന്മാര്, വൈശ്യന്മാര്, ശൂദ്രന്മാര്, ഇങ്ങനെ നാനാജാതികളായിട്ട് പല വർണ്ണങ്ങളിൽ ആക്കി അവരെ തരം തിരിച്ചതും ഭഗവാൻ തന്നെ. അതോടൊപ്പം തന്നെ ഭഗവാൻ വർണ്ണാശ്രമ വ്യവസ്ഥയും കൊണ്ടുവന്നു. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ഈ 4 അവസ്ഥകളിലൂടെയും മനുഷ്യജന്മത്തിൽ നാം കടന്നു പോകേണ്ടതുണ്ട്. ഈ വ്യവസ്ഥ ചെയ്തത് ഭഗവാനാണ്. എന്നാൽ നമ്മൾക്ക് ഈ അറിവുകളെല്ലാം നഷ്ടപ്പെട്ടു പോയി. എന്നിട്ട് നമ്മൾ തികച്ചും ആ ഭൗതികമായ സുഖസൗകര്യത്തെ വേണ്ടി നെട്ടോട്ടമോടുകയാണ്. അതാണ് ജീവിത ലക്ഷ്യമെന്ന് ചിന്തിച്ചു മനുഷ്യർ ആ ഭൗതികതയിൽ കുടുങ്ങിക്കിടക്കുന്നു. അങ്ങനെ കുടുങ്ങി നാം ഒന്നുമല്ലാതായിത്തീരുന്നു. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് താൻ ജീവിച്ചിരിക്കുന്നത് എന്നുപോലും സ്വയം തിരിച്ചറിയാതെ ആകെ നിരാശനായിട്ട് ജീവിതാവസാനം തള്ളി നീക്കേണ്ടി വരുന്ന അവസ്ഥ നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. അപ്പൊ അതിന് കാരണം എന്താണ്? ഭഗവാനായിട്ടുണ്ടാക്കിയ ആ വ്യവസ്ഥയെ തെറ്റിക്കുന്നത് കൊണ്ടാണ് എന്നുള്ള ആ ബോധം നമ്മൾ മനസ്സിലാക്കണം. ഓരോരോ ശാസ്ത്രങ്ങളിൽ നമുക്ക് പറഞ്ഞു തന്ന് ഇരിക്കുന്നത് അത് നമ്മൾ നമ്മുടെ
ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ചിന്തകളെ നമ്മൾ പഠിക്കുകയും ആ ചിന്തകളെ വർദ്ധിപ്പിക്കുകയും നല്ല കാര്യങ്ങളിൽ കൂടി ആ ചിന്തകളെ വർദ്ധിപ്പിക്കുകയും ഇത്തരത്തിലുള്ള ശാസ്ത്ര പഠനത്തിലൂടെ ഈ ലോക ജീവിതത്തിന് വേണ്ടി ഉള്ള വ്യവസ്ഥയെപ്പറ്റി അറിയുകയും വേണം. അങ്ങനെ പിന്നീട് നാം അത് ജീവിതത്തിലേക്ക് പകർത്തുകയും വേണം. കാരണം ആരാണ് ഇതെല്ലാം വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്? ഭഗവാനാണ്. അപ്പൊ അതുകൊണ്ട് ഭഗവാന് നാമം വ്യവസ്ഥാനഹ. ഇനി അടുത്തത് സംസ്ഥാനഹ. ഇത് 386 നാമമാണ്. സംസ്ഥാനഹ എന്ന് പറഞ്ഞാൽ സമ്യക്കായിട്ട് സ്ഥിതി ചെയ്യുന്നവൻ. ഈ ലോകങ്ങൾ പ്രളയരൂപത്തിൽ ഭഗവാനിൽ ചെന്ന് ചേർന്ന് സംസ്ഥാനം ചെയ്യുന്നു, ലയിക്കുന്നു. ഭഗവാനിലേക്ക് ചെന്നു ചേരുക എന്ന സ്ഥിതിയെ പ്രാപിക്കുന്നു. അങ്ങനെ കുറേ നാൾ അവിടെ സ്ഥിതി ചെയ്യുന്നു. ഇങ്ങനെ ആരിലാണോ പോയി സ്ഥിതി ചെയ്യുന്നത് ആ ഭഗവാന് നാമം സംസ്ഥാനക. എല്ലാത്തിനെയും തന്നിൽ സ്ഥിതി ചെയ്യിപ്പിക്കുന്നവൻ. അതുകൊണ്ട് ഭഗവാന് നാമം സംസ്ഥാനക. അടുത്തത് സ്ഥാനതഃ. 387 നാമമാണ്. വിശേഷപ്പെട്ട സ്ഥാനത്തെ കൊടുക്കുന്നവൻ. എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് ധ്രുവന്റെ കഥ. 5 വയസ്സുള്ള ബാലൻ തൻ്റെ അച്ഛനായ ഉത്താന ബാലന്റെ മടിയിൽ കയറി ഇരിക്കാൻ സമ്മതമില്ലാതെ വന്നപ്പോൾ അതിൽ വിഷമിച്ച് ഭഗവാനെ തപസ് ചെയ്തു. അങ്ങനെ തപസ് ചെയ്ത് ഭഗവാന്റെ അനുഗ്രഹമൊക്കെ കിട്ടി വളരെ കാലം ധ്രുവൻ രാജ്യം ഭരിക്കുകയും പിന്നീട് ഭഗവാന്റെ തൊട്ടടുത്ത സ്ഥാനമാണ് ഭഗവാൻ കൊടുത്തത്. അതാണ് ധ്രുവ നക്ഷത്രം ഇന്നും കാണുന്ന. അപ്പൊ ഇതുപോലെ മഹാബലിക്കും ഭഗവാൻ അനുഗ്രഹങ്ങൾ കൊടുത്തു. മഹാബലിയെ അനുഗ്രഹിച്ച് ഇപ്പോൾ സുതലത്തിൽ മഹാബലി ഇരിക്കുന്നു. ഇനിയും വരാൻ പോകുന്ന മന്വന്തരത്തിലെ ഇന്ദ്രൻ മഹാബലിയാണ്. അങ്ങനെ അനുഗ്രഹം കൊടുത്താണ് ഭഗവാൻ മഹാബലിയെ സുതലത്തിലേക്ക് യാത്രയാക്കിയത്. അപ്പം ഇങ്ങനെ തന്നെ ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് വലിയ സ്ഥാനങ്ങളെ കൊടുക്കുന്നവൻ. അതുകൊണ്ട് ഭഗവാന് നാമം സ്ഥാനതഃ. 388 നാമമാണ് ധ്രുവഃ. ഒരിക്കലും നാശമില്ലാത്ത, ഇളക്കമില്ലാത്തത്, സ്ഥിരമായി നിൽക്കുന്ന പരമാത്മ ചൈതന്യം എന്ന അർത്ഥത്തിൽ ഭഗവാന് നാമം ധ്രുവഃ. 389 നാമം പരർത്ഥി. പരർത്ഥി എന്ന് വെച്ചാൽ വളരെയധികം വിഭൂതികളോടുകൂടിയവൻ, പ്രകാശിക്കുന്നവൻ. ഭഗവാന്റെ പലതരത്തിലുള്ള വിഭൂതികളാണ് ഈ പ്രപഞ്ചത്തിലെല്ലാം നാം കാണുന്നത്. ഭഗവത്ഗീതയില് വിഭൂതി യോഗത്തിൽ കൂടി നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കും. ഭഗവാന്റെ വിഭൂതികളെ കുറിച്ച് ആ ചാപ്റ്ററിൽ നന്നായി വിശദീകരിക്കുന്നുണ്ട്. അപ്പം വിഭൂതികളെ കൊണ്ട് സമൃദ്ധിയുള്ളവൻ എന്ന അർത്ഥത്തിൽ ഭഗവാന് നാമം പരർത്ഥി. അതുപോലെ 278 359 നാമത്തിൽ നമ്മൾ കണ്ടതാണ് ഋദ്ധ എന്ന നാമം. ഇതേ ആശയം തന്നെയാണ്. സമ്പന്നൻ, ഐശ്വര്യമുള്ളവൻ, വർദ്ധിക്കുന്നവൻ. ഇതെല്ലാം ഭഗവാന്റെ വിഭൂതികളാണ്. അഷ്ടൈശ്വര്യത്തോടുകൂടി ഉള്ള അവതാരമെടുത്തവൻ. അതുകൊണ്ട് ഭഗവാന് നാമം പരർത്ഥി. ഇനി 390 നാമം പരമസ്പഷ്ടക. പരമസ്പഷ്ടക എന്ന് വെച്ചാൽ പൂർണ്ണമായി പ്രകാശിക്കുന്നവൻ, തികച്ചും തെളിഞ്ഞ ശോഭയിച്ചു നിൽക്കുന്നവൻ. ഭഗവാനാണ് നമുക്ക് ഏറ്റവും അടുത്ത ആള്. പക്ഷെ നമ്മൾ
അറിയാൻ ശ്രമിക്കാത്തിടത്തോളം കാലം അത് അവ്യക്തമായി തോന്നിയാലും നമ്മൾ ഭഗവാനിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുന്നുവോ അപ്പോൾ ഭഗവാനെ നമുക്ക് വളരെ സ്പഷ്ടമായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഭഗവാന് നാമം പരമസ്പഷ്ടക. സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ അറിയുവാൻ കഴിയുന്നത് തുര്യാവസ്ഥയിൽ കൂടിയാണ്. അതായത് ഇന്ദ്രിയങ്ങളുടെ അടക്കം വന്ന് അന്തർമുഖനായി തീരുന്ന സമയത്ത് തൻ്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനും താനും ഒന്നായിത്തീരുന്നു. ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നതെല്ലാം ഈശ്വരനാണെന്ന അനുഭവത്തിൽ വരുമ്പോൾ ആ പൂർണ്ണമായിട്ടുള്ള ആ പ്രകാശത്തെ, സച്ചിദാനന്ദത്തെ നമ്മൾക്കറിയാൻ സാധിക്കും. അങ്ങനെ ഇരിക്കുന്ന നാരായണൻ പരമസ്പഷ്ടൻ. ഇനി അടുത്തത് തുഷ്ടക. 391 നാമമാണ് തുഷ്ടക. ഭഗവാനെ സ്പഷ്ടമായിട്ട് അറിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഭഗവാൻ ആനന്ദ സ്വരൂപനാണ്, നിത്യസന്തുഷ്ടനാണ്. അങ്ങനെയുള്ള ഭഗവാനെ അറിയുന്നവനും ഇതേപോലെ പരമതുഷ്ടനായിത്തീരും. അപ്പൊ സ്വയം തുഷ്ടനായിത്തീരുകയും തന്നെ സമീപിക്കുന്നവരിൽ ഭഗവാൻ ആ തുഷ്ടിയെ ഉണ്ടാക്കുന്നതും ഭഗവാനാണ്. ഭഗവത്ഗീതയിലെ 9-ാം അധ്യായത്തിലെ 26-ാം ശ്ലോകത്തിൽ കൂടി പറയുന്നുണ്ട്, പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്തുപകൃതം അസ്നാമി പ്രയതാത്മനാ. ആരാണോ ആ നിഷ്കളങ്കമായ ഭക്തിയോടുകൂടെ ഭഗവാനെ സേവിക്കുന്നത്, ഒരു ആഗ്രഹവുമില്ലാതെ മനസ്സിലുണ്ടാകുന്ന ആ നിഷ്കളങ്കമായ ഭക്തിയോടുകൂടെ ആ പരമാത്മാവായ എനിക്ക് നിങ്ങളൊരു ഇല, ഒരു കായ, ഫലം, പുഷ്പം, തോയം, ജലം, ഇതൊക്കെ ഭക്തിയോടുകൂടി നൽകുക. അപ്പൊ എങ്ങനെയുള്ള ഭക്തി ആയിരിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞത്? ഭക്തുപകൃതം അസ്നാമി പ്രയതാത്മന. പ്രയതാത്മന എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ലോകത്തിൽ നിന്നൊന്നും സിദ്ധിക്കാനില്ല, ഭഗവാനെ മാത്രം മതി എന്നുള്ള ആ ചിന്തയോടുകൂടി വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ പിന്തിരിപ്പിക്കുന്നവന്റെ കൂടെ ഭഗവാൻ ഉണ്ട്. ഭഗവാൻ ആനന്ദ സ്വരൂപനായിട്ടിരിക്കുന്ന ഭഗവാന് എന്തു കൊടുത്താലും ഭഗവാൻ സ്വീകരിക്കും. അത് ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ സന്തോഷിക്കും. അപ്പൊ ഇത് തരുന്നതും ഭഗവാൻ, നമ്മൾ കൊടുക്കുന്നതും ഭഗവാൻ തന്നെയാണ്. നമുക്ക് തന്നിട്ടാണ് ഭഗവാൻ നമുക്ക് തന്നിട്ടാണ് നമ്മൾ അതിലെ ഒരു അംശം തിരിച്ച് ഭഗവാന് കൊടുക്കുന്നത്. നമ്മുടേതായിട്ടൊന്നും നമ്മൾ ചെയ്യുന്നില്ല. കാരണം നമ്മളും ഭഗവാന്റെ ഒരു അംശമാണ്. നമ്മൾ എത്ര ചെറിയ ഉപകാരമാണ് ഭഗവാന് ആ ഭക്തിയോടുകൂടി സമർപ്പിച്ചാൽ അത് ഭഗവാൻ സ്വീകരിക്കും. അപ്പം യാതൊരുവൻ ഒരു ഇലയോ പുഷ്പമോ കായോ ജലമോ ഭക്തിയോടുകൂടി കൊടുക്കുന്നുവോ അത് ഞാൻ പ്രീതിയോടുകൂടി ഗ്രഹിക്കുന്നു, സ്വീകരിക്കുന്നു. അതുകൊണ്ട് ഭഗവാന് നാമം തുഷ്ടക. ഇനി അടുത്തത് 392-ാമത്തെ നാമമാണ് പുഷ്ടക. പുഷ്ടക എന്ന് വെച്ചാൽ പൂർണ്ണതയുള്ളവൻ, ഒരു കുറവുമില്ലാത്തവൻ എന്നർത്ഥം. 393-ാമത്തെ നാമം ശുഭേഷണഃ. ശുഭകരമായ ദർശനമുള്ളവൻ. ഭഗവാന്റെ കടാക്ഷം നമ്മിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതം ശുഭകരമായി തീരും. എന്നാൽ ഭഗവാൻ
ഭോഗത്തെ ആഗ്രഹിക്കുന്നവർക്ക് ഭോഗത്തെ കൊടുക്കുകയും ചെയ്യും. പാപികൾക്ക് പാപമോചനത്തെ കൊടുക്കുകയും ചെയ്യും. ജ്ഞാനം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സകല സംശയങ്ങളെയും തീർത്ത് അവരെ ഭഗവാനാക്കി തീർക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ നമ്മുടെ ഉള്ളിൽ ജ്ഞാനം പ്രകാശിക്കുമ്പോൾ നമ്മുടെ ഹൃദയഗ്രന്ഥി പിളരുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഹൃദയഗ്രന്ഥിയെ പിളർക്കുന്നതും സർവകർമ്മങ്ങളെയും നശിപ്പിക്കുന്നതും ഭഗവാനാണ്. അപ്പം എല്ലാ അർത്ഥത്തിലും തൻ്റെ ഭക്തന്മാർക്ക് ശുഭത്തെ കൊടുക്കുന്നവൻ ശുഭേക്ഷണഃ. ഹരിയോ.